നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 2 യുവാക്കൾക്കും ഗുരുതരമായി പരിക്കേറ്റു. അയിരൂപ്പാറ അരുവിക്കരക്കോണം വിദ്യാഭവനിൽ 40-കാരനായ ദിലീപ്, 30-കാരിയായ ഭാര്യ നീതു എന്നിവരാണ് മരിച്ചത്. പോത്തൻകോട് പ്ലാമൂട് ചെറുക്കോണം സ്വദേശി 23-കാരനായ സച്ചു, കാട്ടായിക്കോണം സ്വദേശി 22-കാരനായ അമ്പൂറ്റി എന്നിവർക്കാണ് പരിക്കേറ്റത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുള്ള ഇവരുടെ നില അതീവ ഗുരുതരമാണെന്ന് അധികൃതർ പറഞ്ഞു. യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് അമിതവേഗതയിൽ നിയന്ത്രണം തെറ്റി ദമ്പതിമാർ സഞ്ചരിച്ച ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8:45-ന് ഞാണ്ടൂർക്കോണം മേലെമുക്കിലായിരുന്നു അപകടം. ആണ്ടൂർക്കോണത്തുള്ള കുടുംബ വീട്ടിൽ പോയി അയിരൂപ്പാറയിലേക്ക് മടങ്ങുകയായിരുന്നു നീതുവും ദിലീപും. ഇടിയുടെ ആഘാതത്തിൽ ദിലീപ് റോഡിലേക്കും നീതു റോഡരികിലെ മതിലിനപ്പുറത്തേക്കും തെറിച്ചു വീണു. വീടിന്റെ ചുമരിൽ തലയിടിച്ചാണ് നീതു വീണത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ് ചലനം മുറ്റി കിടന്നതിനാൽ ഏറെ നേരം കഴിഞ്ഞാണ് നീതുവിനെ കണ്ടെത്തിയത്. ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പോത്തൻകോട് പ്ലാമൂട് സ്വദേശി സച്ചു, കാട്ടായിക്കോണം സ്വദേശി അമ്പൂറ്റി എന്നിവർ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഞാണ്ടൂർക്കോണം ഭാഗത്തുനിന്ന് ദമ്പതികൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എതിർദിശയിൽ നിന്നത്തെ ഡ്യൂക്ക് ബൈക്ക് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിലാണ് നീതു സമീപത്തെ വീടിന്റെ മതിലിന് മുകളിലൂടെ തെറിച്ചു വീണത്. വീഴ്ചയിലാണ് ചുമരിലേക്ക് ഇവരുടെ തലയിടിച്ചത്. ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് അമിത വേഗതയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കെനിയയിൽ സേഫ്റ്റി ഓഫീസറായ ദിലീപ് 1 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷത്തോളമായെങ്കിലും ഇവർക്ക് മക്കളില്ല. പൗടിക്കോണത്തിന് സമീപം നെല്ലിക്കവിളയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നീതുവിന്റെ മാതാപിതാക്കളെ കണ്ട് മടങ്ങി വരുമ്പോഴായിരുന്നു ഈ ദാരുണ അപകടം. ഗോപാലകൃഷ്ണൻ നായരുടെയും പരേതയായ ഓമനയുടെയും മകനാണ് ദിലീപ്. രാമചന്ദ്രൻ നായരും സുനിമോളുമാണ് നീതുവിന്റെ മാതാപിതാക്കൾ. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലായി അപകട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് വടകരയിൽ ബസ് ഇടിച്ച് ഒരു സ്ത്രീക്ക് ദാരുണാന്ത്യം. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. കാൽനട യാത്രക്കാരികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വടകര ലിങ്ക് റോഡിലാണ് അപകടമുണ്ടായത്. രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. തണ്ണീർപ്പന്തലിൽ നിന്ന് വടകര പഴയ സ്റ്റാൻഡിലേക്ക് വരികയായിരുന്ന പ്രാർത്ഥനാ ബസ്സാണ് ഇടിച്ചത്. പരിക്കേറ്റ സ്ത്രീയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചാലക്കുടിയിൽ ബൈക്ക് അപകടത്തിൽ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. പട്ടിമറ്റം സ്വദേശികളായ സൂരജ്, സിജീഷ് എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. പോട്ട നാടുകുന്ന് വെച്ചാണ് അപകടമുണ്ടായത്. മുരിങ്ങൂരിലുള്ള ബന്ധുവീട്ടിൽ കുടുംബസമേതമുള്ള ഒത്തുചേരലിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. കൊടകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് റോഡരികിലെ മയിൽക്കുറ്റിയിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചു കയറുകയായിരുന്നു. അപകടത്തിന് ശേഷം ഇരുവരെയും സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിനിടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവ് മരിച്ചു. കോണിച്ചിറ നെല്ലിക്കര വെളുക്കൻ ഉന്നതിയിലെ നന്ദുവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെ ഇരളം മൂന്നാനംകുഴിയിൽ റൂട്ടിൽ ചുണ്ടക്കൊല്ലി വളവിലാണ് അപകടം നടന്നത്. പ്രദേശത്ത് ഉത്സവം കണ്ട് മടങ്ങി വരികയായിരുന്നു ഇരുവരും. സഹയാത്രികൻ അരിമുള്ള വെള്ളൂർ ഉന്നതിയിലെ മനോജ് പരിക്കുകളുടെ ചികിത്സയിലാണ്. പരിക്കേറ്റ് റോഡിൽ വീണ് കിടന്ന യുവാക്കളെ ലീസ് പോലീസ് എത്തിയാണ് ബത്തേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നന്ദുവിന്റെ മൃതദേഹം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.